പ്രൗഢമായ ഈ സദസ്സിന് സ്വാഗത ഭാഷണം നടത്തിക്കൊണ്ട് VP ജലീൽ സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله الفائزين بالله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ് MT അബൂബക്കർ ദാരിമി, ബഹുമാന്യരായ TP അഹമ്മദ് ബാക്കവി, ഒമാനൂർ അബ്ദുറഹ്മാൻ മൗലവി, നൗഷാദ് തായക്കോട്, വേദിയിൽ എത്തിയിരിക്കുന്ന മറ്റ് പണ്ഡിത സുഹൃത്തുക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും നല്ലവരായ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത അനുയായികൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും അവൻ സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വന്യനായ നേതാക്കന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വളവട്ടൂരിലെ ഈ പ്രദേശത്ത് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് SKSS സംഘടിപ്പിക്കപ്പെട്ട ഒരു വിശദീകരണ സമ്മേളനത്തിലാണ്. ഇതിനു മുമ്പും ഇവിടെ ഒട്ടനവധി പരിപാടികൾ SKSS-ഉം അതുപോലെ നമ്മുടെ വിഘടിത സുഹൃത്തുക്കളും ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മഹാനവരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഈ മഹല്ലിൽ വളരെയേറെ സന്തോഷകരവും സൗഹാർദ്ദത്തോടും കൂടി നിലനിൽക്കുന്ന ഈ മഹല്ലിൽ SKSS-ന്റെ പ്രവർത്തകന്മാരുടെ ഹൃദയം തകർക്കപ്പെടുന്ന രീതിയിലുള്ള കുപ്രചങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ തുടങ്ങിവെച്ചത് വിഘടിത വിഭാഗം. അന്ന് തുടങ്ങി ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിക്കുകയും നിരവധി ലെറ്ററുകൾ കൈമാറുകയും മർക്കസ് സഖാഫത്ത് സുന്നിയിൽ കാന്തപുരം VP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിക്കപ്പെട്ട മുടികൾ അത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്ന് വളരെ വ്യക്തമായി ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ തെളിയിക്കുകയുണ്ടായി. അത് സംബന്ധമായ വാദപ്രതിവാദത്തിന് SSF-ന്റെ വേദിയിൽ വെച്ചുകൊണ്ട് SKSS-നെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് SKSS-ന്റെ പ്രവർത്തകന്മാർ ഔദ്യോഗികമായി ആ വെല്ലുവിളി സ്വീകരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ലെറ്ററുകൾ സംവാദം നടത്തുന്ന ആവശ്യമായ വ്യവസ്ഥകൾ തയ്യാറാക്കാൻ വേണ്ടി പരസ്പരം കൈമാറിയിട്ടും അവസാനം സംവാദ വ്യവസ്ഥയിൽ നിന്ന് ലോകത്തുള്ള ആസാറുടെ പേര് പറഞ്ഞ് വിഘടിത വിഭാഗം ഒഴിഞ്ഞു മാറിയപ്പോ SKSS-ന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കി ഇവരെ പിടികൂടണമെങ്കിൽ ഒരു തുറന്ന സംവാദം സംഘടിപ്പിക്കുക. ആ തുറന്ന സംവാദത്തിലേക്ക് അവർ ക്ഷണിച്ചു വരുത്തുക, എന്നിട്ട് അവരോട് മാന്യമായ രീതിയിൽ അവർക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുക, എന്നിട്ട് അവരെ ഈ വിഷയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടെ കഴിഞ്ഞ മാസം 27-ാം തീയതി ഈ പ്രദേശത്ത് ഇന്ന് നമ്മൾ ഒരുമിച്ചുകൂടി ഇവിടെ തന്നെ വലിയൊരു സദസ്സ് ഒരുമിച്ചുകൂടുകയും SKSS-ന്റെ നേതൃത്വത്തിൽ തുറന്ന സംവാദം സംഘടിപ്പിക്കുകയും ഉണ്ടായി. ആ തുറന്ന സംവാദത്തിലേക്ക് വിഘടിത വിഭാഗത്തിന്റെ ആളുകൾ കയറി വരികയും അവർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും
അവർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായി നമ്മുടെ ഉസ്താദുമാർ മറുപടി നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട സുഹൃത്ത്, ഇന്നലെ സ്വാഗത പ്രഭാഷണം നടത്തിയ സുഹൃത്തും ഇന്നലെ അക്കൂട്ടത്തിൽ ഇന്നലെ സ്വാഗത പ്രസംഗം നടത്തിയിട്ട സുഹൃത്തും അന്ന് ഈ വേദിയിലേക്ക് കടന്നു വരികയുണ്ടായി. കടന്നു വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഉയർത്തി കാണിച്ചത് SKSSFന്റെ ലെറ്ററിൽ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള സംവാദ വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. വേദിയിൽ നിന്ന് പ്രിയപ്പെട്ട ഉസ്താദുമാർ ചോദിച്ചു, സുഹൃത്തെ, മർക്കസിൽ സൂക്ഷിക്കപ്പെട്ട കേശം അത് നബിയുടേതാണ് എന്ന് പറയാൻ നിനക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അത് നബിയുടേതാണ്. അപ്പൊ ഉസ്താദുമാർ പറഞ്ഞു, അത് നീ എഴുതി തരണം. മർക്കസിൽ സൂക്ഷിക്കപ്പെട്ട കേശം നബിയുടേതാണ് എന്ന് നീ എഴുതി തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് സംവാദ വ്യവസ്ഥയിലേക്ക് കടക്കാം എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സുഹൃത്ത് ലെറ്റർ ബേഡും ഷീലുമൊക്കെ ആയിട്ടാണ് ഇവിടെ വന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറഞ്ഞു, മർക്കസ് സൂക്ഷിക്കപ്പെട്ട കേശം നബിയുടേതാണ് എന്ന് എഴുതി തരാൻ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതി തരാൻ കൂട്ടാക്കില്ല. അങ്ങനെ വീണ്ടും ഉസ്താദുമാര് വളരെ വ്യക്തമായി ആ സുഹൃത്തിനെ പിടികൂടിയപ്പോ അദ്ദേഹം ലെറ്റർ ബേഡും പേനയും എടുത്ത് അദ്ദേഹം എഴുതി തന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് നൽകിയിട്ടുള്ള ലെറ്റർ ബേഡുണ്ട്, SSFന്റെ ലെറ്റർ ബേഡിൽ അദ്ദേഹം എഴുതി തന്നു, ഇതില് മർക്കസിൽ സൂക്ഷിക്കപ്പെട്ട കേശം നബിയുടേതാണ് എന്ന് അദ്ദേഹം എഴുതിയില്ല. പ്രിയപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞു, നീ മർക്കസിൽ സൂക്ഷിച്ചത് നബിയുടെ മുടിയാണ് എന്നിവിടെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് അത് റസൂലുള്ളാഹി തങ്ങളുടേതാണ് എന്ന് പറയാൻ എഴുതി തരാൻ നീ തയ്യാറാവുന്നില്ല? മണ്ണാർക്കാട് സംവാദത്തിൽ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ മുമ്പിൽ സഖാഫിമാരും മണ്ണാർക്കാട് വെച്ച് നടന്ന സംവാദ വ്യവസ്ഥയിൽ ബഹുമാന്യരായ ഉസ്താദുമാര് കേറെ അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, മർക്കസിൽ സൂക്ഷിക്കപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണ് എന്ന് ഒന്ന് എഴുതിക്ക എന്ന് നമ്മുടെ ഉസ്താദുമാർ കേണ അപേക്ഷിച്ച് പറഞ്ഞപ്പോ എഴുതി കൊടുക്കാൻ തയ്യാറാവാതെ ആ സംവാദ വ്യവസ്ഥ അലസിപ്പിരികയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവിടെ വന്നപ്പോഴും ഉസ്താദുമാർ പിടികൂടി എഴുതി തരണമെന്ന് പറഞ്ഞു. ഇന്നലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അർത്ഥവത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, ലെറ്റർ ബേഡുകളുമായിട്ടാണ് പോയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഈ പേജ് ഇത് ആലങ്ങാട് മഹല്ലി SSFന്റെ ലെറ്റർ ബേഡാണോ? നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ആലങ്ങാട് മഹല്ലി SSFന്റെ ലെറ്റർ ബേഡുമായി ഞങ്ങൾ പോയി. നീ കൊണ്ടുവന്ന ഫയലിൽ അനവധി ലെറ്റർ ബേഡുകൾ നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആദ്യം നീ തന്ന ലെറ്ററിൽ ഇത് മർക്കസിലുള്ള മുടി നബിയുടേതാണ് എന്ന് നീ എഴുതിയില്ല. രണ്ടാമത് വീണ്ടും എഴുതാൻ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ പ്രവർത്തകന്മാർ നൽകിയിട്ടുള്ള ഒരു പഴയ ഡയറിയുടെ പേജിൽ റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണ് എന്ന് എഴുതി. അതിന് തൊട്ടു മുമ്പ് 5 മിനിറ്റ് മുമ്പ് പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതിയിട്ടുള്ള ഈ ലെറ്റർ ബേഡിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാക്ഷ്യപ്പെടുത്തിയ ഒപ്പും അതിനുശേഷം മർക്കസിൽ സൂക്ഷിച്ച മുടി നബിയുടേതാണ് എന്ന് പറഞ്ഞ് ഡയറിയിൽ എഴുതിയിട്ടുള്ള ഒപ്പും വളരെയേറെ വ്യത്യസ്തമാണ്. ഇത് വലിയ ഒരു വിഷയത്തിൽ ഞാൻ കുടുങ്ങിപ്പോയി. ഇവിടുന്ന് തലയൂരാൻ നിർവാഹമില്ല എന്ന് വന്നപ്പോ ഒരു ഡയറി കടലാസിൽ എഴുതി അതിൽ ഒപ്പ് വ്യത്യാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാനൊരു അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പോലും പറയാത്ത, എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പോലും എഴുതാൻ സമ്മതിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ കുടുങ്ങിപ്പോയി. ഇനി എവിടെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു ഡയറിയുടെ പേജിൽ എഴുതാം, അതല്ലെങ്കിൽ എന്റെ ഒപ്പ് മാറ്റാം എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ട സുഹൃത്ത് മാറ്റി ഒപ്പിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തിനോട് വളരെ വ്യക്തമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ കൈവശം ആലങ്ങാട് മഹല്ലി SSFന്റെ ലെറ്റർ ബേഡ് ഉണ്ടായിട്ട് ആ ലെറ്റർ ബേഡിൽ മർക്കസിൽ സൂക്ഷിച്ച മുടി നബിയുടേതാണ് എന്ന് എഴുതി തരാൻ പോലും തെന്തേരം കാണിക്കാതെ നീ ഇന്നലെ അവിടെ വെച്ചുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, എന്റെ കയ്യിൽ ലെറ്റർ ബേഡ് ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആലങ്ങാട് മഹല്ലിലെ SSFന്റെ പ്രവർത്തകന്മാരെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? ഇത് കണ്ടപ്പോ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് തോന്നി, ഇത് ലെറ്റർ ബേഡിലല്ല എഴുതി തന്നത്. ലെറ്റർ ബേഡ് കയ്യിലുണ്ട്, എന്നിട്ട് ലെറ്റർ ബേഡിൽ എഴുതി തന്നില്ല, ഒപ്പില് മാറ്റമുണ്ട്. പ്രിയപ്പെട്ട ഉസ്താദുമാർ ഇത് മനസ്സിലാക്കിയ ഉസ്താദുമാരെ പറഞ്ഞു, SKSSFന്റെ വാദം SKSSF പരസ്യമായി മൈക്കിലൂടെ വായിക്കണം. SSFകാരന്റെ വാദം SSFകാരനും മൈക്കിലൂടെ വാദിക്കണം. അവിടെ പിടികൂടി പ്രിയപ്പെട്ട സുഹൃത്ത് ഡയറിയുടെ പേജിലാണ് എഴുതിയെങ്കിലും പരസ്യമായി ഉസ്താദുമാരിവിടെ വായിപ്പിച്ചു. അങ്ങനെ വായിച്ചതോടുകൂടെ പ്രിയപ്പെട്ട സുഹൃത്ത് കെണിയിൽപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞു, വാദം ഇവിടെ തീരുമാനമായി.
മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയിൽ പോലും നിങ്ങൾ വാദം എഴുതാൻ കൂട്ടാക്കാൻ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇവിടെ വാദം എഴുതി നൽകിയിരിക്കുന്നു, അത് പരസ്യമായി ഇവിടെ വായിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ബാക്കി വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിച്ചു, ഇനി സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ എന്നാണ് നിങ്ങൾക്ക് സമയം എന്നുള്ളത് നിന്റെ നേതാക്കന്മാർക്ക് ടെലിഫോൺ ചെയ്ത് ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, സമയം വേണമെന്ന് പറഞ്ഞു. എന്നാണ് എനിക്ക് ഈ മറുപടി നൽകാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോ 30-ാം തീയതി മറുപടി നൽകാം. പ്രിയപ്പെട്ട സുഹൃത്ത് 30-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു, 15-ാം തീയതി സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളും പറഞ്ഞു ഞങ്ങളും തയ്യാറാണ്. എങ്കിൽ നമുക്ക് പ്രതിനിധികൾ കൂടിയിരുന്ന് ആ വിഷയം സംവാദ വ്യവസ്ഥ എവിടെ വെച്ച് നടത്തണം, എത്ര പ്രതിനിധികൾ പങ്കെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. 3 പ്രതിനിധികൾ അവരും 3 പ്രതിനിധികൾ SKSSFന്റെ ഭാഗത്തുനിന്ന് വിളിച്ചു വരുത്തി. ഇവിടെ വന്നപ്പോ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, 15-ാം തീയതി ഞങ്ങൾക്ക് കഴിയില്ല, ഡേറ്റ് മാറ്റിത്തരണം. ആയിക്കോട്ടെ, പ്രശ്നമല്ല, നിങ്ങൾക്ക് സൗകര്യമുള്ള ഏത് ഡേറ്റിനും ഈ വിഷയത്തിൽ സംവാദ വ്യവസ്ഥീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ സമയവും ഡേറ്റും നൽകാതെ അന്ന് പിരിഞ്ഞു പോവുകയുണ്ടായി. നാളെ വൈകുന്നേരം ടെലിഫോണിൽ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ടെലിഫോണുമായി ബന്ധപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, 22-ാം തീയതി നമുക്ക് സംവാദ വ്യവസ്ഥീകരിക്കാം. അങ്ങനെ സംവാദ വ്യവസ്ഥീകരിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അതുപോലെ SKSSFന്റെ പ്രതിനിധികളും കൂടിയിരുന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി. എഗ്രിമെന്റ് തയ്യാറാക്കിയപ്പോൾ SKSSFന്റെ പ്രവർത്തകന്മാരിൽ അതിലെഴുതി, ആലങ്ങാട് മഹല്ല് SKSSF കമ്മിറ്റി നബിയുടേതല്ല എന്ന്, ആലങ്ങാട് മഹല്ല് SKSSF കമ്മിറ്റി നബിയുടേതാണ് എന്നും വാദിക്കുന്ന മർക്കസിൽ സൂക്ഷിച്ച കേശങ്ങളെക്കുറിച്ച് ഇരുവിഭാഗവും പരസ്പരം കൈമാറിയ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ കരാർ എന്ന് എഴുതിയപ്പോ സുഹൃത്ത് എന്നോട് പറഞ്ഞു, വാദം ഇതിൽ എഴുതേണ്ടതില്ല. ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിച്ചു, 27-ാം തീയതി നടന്ന പരിപാടിയിൽ വാദം പരസ്യമായി പറഞ്ഞതും വായിച്ചതും നീയല്ലേ, പിന്നെ എന്താ ഇതിൽ വാദം എഴുതുന്നതിന് കുഴപ്പമെന്ന് ചോദിച്ചപ്പോ പരസ്പരം 10 മിനിറ്റോളം അതിന്റെ പേരിൽ പ്രശ്നങ്ങളായി, സംസാരങ്ങളായി. പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, വാദം എഴുതേണ്ടതില്ല. 27-ാം തീയതി ചെവിട്ടാളിക്കുന്നിൽ വെച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ പരസ്പരം കൈമാറിയ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എഴുതാമെന്ന് പറഞ്ഞപ്പോ അതിനേക്കാൾ നല്ലത് ഇതന്നെയെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് അദ്ദേഹം ആ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്. അങ്ങനെ 22-ാം തീയതി തീരുമാനിച്ചു. സ്ഥലം കണ്ടെത്താൻ നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച അമാനത്ത് അവർ അവർക്ക് പറ്റൂല എന്ന് പറഞ്ഞു. കൊണ്ടോട്ടിയിൽ അമാനത്ത് അവർ പറ്റൂല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്താ പ്രശ്നം? പാർക്കിംഗ് സൗകര്യമില്ല. അമാനത്ത് അവരിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തതുകൊണ്ട് അവിടെ പറ്റൂല. എന്നാ പറ്റുന്ന സ്ഥലം അന്വേഷിച്ചോ? കൊണ്ടോട്ടിയിലെ എയർപോർട്ട് പ്ലാസ. എത്രയാ അവിടെ പാർക്കിംഗ് സൗകര്യമുള്ളത്? എയർപോർട്ട് പ്ലാസിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അവിടെ എന്താ പാർക്കിംഗ് സൗകര്യമുള്ളത്? അതിനേക്കാൾ സൗകര്യം കൊണ്ടോട്ടിയിലുണ്ട്. എന്നിരുന്നാലും എല്ലാ വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്, എവിടെ വെച്ച് വേണമെങ്കിലും ഞങ്ങൾക്കാവാമെന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം പുളിക്കൽ PVC ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ തീരുമാനിക്കും. ഈ തീരുമാനം കഴിഞ്ഞതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഞാനുമായി ഒരു കരാറുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങൾ തീരുമാനിച്ചത് 15 വീതം പ്രതിനിധികളാണ്. ഓരോ വിഭാഗത്തിലും 15 വീതം പ്രതിനിധികൾ, അങ്ങനെ മൊത്തം 30 പേര്. പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെ ഈ വിനീതനോട് പറഞ്ഞു, എങ്ങനെയാണ് ഈ 15 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നീ പറ സുഹൃത്തെ. സുഹൃത്ത് പറഞ്ഞു, 7 വീതം പണ്ഡിതന്മാർ, 7 വീതം പണ്ഡിതന്മാർ, അതല്ലെങ്കിൽ 5 വീതം, പിന്നെ 2 വീഡിയോ റെക്കോർഡർമാർ, 2 ലൈവ്, പിന്നെ 3 ഓഡിയൻസ്. ഈ നിർദ്ദേശങ്ങളൊന്നും SKSSFന്റെ ഭാഗത്ത് നിന്ന് വെച്ച നിർദ്ദേശമല്ല. SSFകാരനായ ഇന്നലെ സ്വാഗത പ്രസംഗം നടത്തിയിട്ടുള്ള ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വായിൽ നിന്ന് എന്നോട് വന്ന വാക്കുകളാണ്. നമ്മൾ അപ്പടി അംഗീകരിച്ചു. പണ്ഡിതന്മാരെ വീഡിയോ 2, ലൈവ് 2, മൊത്തം 12ആയി, 11ആയി, പിന്നെ മധ്യസ്ഥൻ 1, 12ആയി, പിന്നെ 3 ഓഡിയൻസ്. ഇങ്ങനെ പരസ്പരം ഞങ്ങൾ വാഗ്ദാനം തീരുമാനിച്ചതിന് ശേഷം പ്രിയപ്പെട്ട സുഹൃത്ത് വീണ്ടും പറഞ്ഞു, നമുക്ക് പുളിക്കൽ നിന്ന് മാറ്റി നമ്മുടെ നാട്ടിലേതെങ്കിലും വീട്ടിലോ ഡൈനിങ് ഹാളിലൊക്കെ വെച്ചാക്കിയാലോ? ഞാൻ പറഞ്ഞു, നടക്കില്ല, നമ്മൾ തീരുമാനിച്ചോട് ഉറച്ചു, അവിടെ വെച്ച് നമുക്ക് നടത്താം, എന്താ പ്രശ്നം? അങ്ങനെ വീണ്ടും രണ്ടാമത്തെ ഒരു കരാറ് കൂടെ ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായി വീണ്ടും ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഓഡിറ്റോറിയം പരിസരത്തേക്ക് 2 വിഭാഗത്തിലെയും പ്രവർത്തകന്മാർ വരാൻ പാടില്ല. രണ്ടാമത്തെ കരാറ്
ഈ രണ്ട് കരാറുകളും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലംഘിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. 22-ാം തീയതി അവിടെ വെച്ച് നടന്ന സംവാദം ഞാൻ ഓർത്തുപോവുകയും സംവാദ വ്യവസ്ഥ 22-ാം തീയതി സംവാദ വ്യവസ്ഥയ്ക്ക് തയ്യാറായി. അങ്ങനെ ഞങ്ങൾ രാവിലെ 7 മണിക്ക് തന്നെ ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഓഡിറ്റോറിയത്തിൽ എത്തി എല്ലാ സജ്ജീകരണവും തയ്യാറാക്കി. സംവാദ വ്യവസ്ഥ തയ്യാറാക്കിയെന്ന് വ്യവസ്ഥയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയെന്ന് മാത്രമല്ല, സംവാദ വ്യവസ്ഥ എഗ്രിമെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൃത്യം 9 മണിക്ക് സംവാദ വ്യവസ്ഥ ആരംഭിക്കണമെന്ന്. കൃത്യം 9:10 SKSSFന്റെ ഭാഗത്തു നിന്ന് ഈ വിനീതൻ നേരിട്ടുള്ള 7 പണ്ഡിതന്മാരും അതുപോലെ വീഡിയോ റെക്കോർഡർമാരും ഓഡിയൻസും വളരെ കൃത്യമായി 9:10 ഓഡിറ്റോറിയത്തിൽ. അങ്ങനെ 9:10 ഉസ്താദുമാർ ചോദിച്ചു, എവിടെ ജലീലവർ? അവർ വന്നിട്ടില്ല, അവരുടെ പ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട്. ബന്ധപ്പെട്ട പണ്ഡിതന്മാരെത്തിയിട്ടില്ല. വീണ്ടും ഉസ്താദുമാർ 9:50 വീണ്ടും ചോദിച്ചു, എവിടെയാണ്? സമയം 9:50 ഇതുവരെ അവരെത്തിയിട്ടില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തിനെ വിളിച്ചു, ഒരാളും കൂടി വരാനുണ്ട്, അത് വന്നാൽ നമുക്ക് ആരംഭിക്കാം. അങ്ങനെ കൃത്യം 10 മണിക്കാണ് അവർ വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്നലെ വളരെ വ്യക്തമായി ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. ആ പറഞ്ഞ കാര്യത്തിലൊക്കെ വാഗ്ദത്ത ലംഘനത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്താ മനസ്സിലാക്കിയത്? SKSSFന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും SSFന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങളും കൂടിയെടുത്ത തീരുമാനം 7 പണ്ഡിതന്മാർ ഈ വിഭാഗത്തിൽ നിന്നും പങ്കെടുക്കുകയെന്ന്. ആ പരിപാടി തുടങ്ങി 10 മണിയാവുമ്പോൾ ഇവരെ പണ്ഡിതന്മാർ കയറി വരിക. 12ഓളം കേസിലെ പ്രതി, മീൻ കച്ചവടക്കാരൻ, ബാംഗ്ലൂരിൽ ചെരുപ്പ് കച്ചവടം, കരിപ്പൂരിലെ പള്ളി ജുമ നടക്കുന്ന സമയത്ത് കരിപ്പൂരിലെ പള്ളിയിൽ പ്രശ്നമുണ്ടാക്കി ആ നാട്ടിലെ മുസ്ലിം മക്കളുടെ ജുമ മുടക്കിയ വ്യക്തി, ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നു. ബഹുമാന്യനായ MT ഉസ്താദിനോട് ചോദിച്ചു, ജലീലെ, ഇതാണോ ഇവരെ 7 പണ്ഡിതൻ? അത്ഭുതപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, വാഗ്ദത്ത ലംഘനം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിരിക്കുന്നു, അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ആ സംവാദ വ്യവസ്ഥയിൽ ആദ്യമായി 9 മണിക്ക് നമുക്ക് ഇരിക്കാമെന്ന ലംഘനം, ആ ലംഘനം നിങ്ങൾ അവിടെ വാഗ്ദത്ത ലംഘനം നടത്തി. ഒന്ന്. രണ്ടാമതായി 7 പണ്ഡിതന്മാര് പരസ്പരം ഈ വിഭാഗത്തിൽ നിന്നും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ കോയൽപ്പണക്കാരനും പള്ളി പൂട്ടിച്ചയാളും അതുപോലെ ചെറുപ്പ കച്ചവടക്കാരനും തൈല കച്ചവടക്കാരനെയും കൊണ്ടുവന്ന് പണ്ഡിതന്മാരുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തി. ഇത് വാഗ്ദത്ത ലംഘനമല്ലേ? അള്ളാന്റെ കോടതി നീ മറുപടി പറയേണ്ടി വരില്ലേ? എന്ത് ചതിയാ ചെയ്ത നിങ്ങൾ? ഇങ്ങനെ ഒരു വാഗ്ദത്ത ലംഘനം നിങ്ങൾ നടത്താൻ പാടുണ്ടോ? എന്നിട്ട് മനോഹരമായ പ്രസംഗം, എത്ര മനോഹരമാണ് ഇന്നലെ പ്രസംഗം കേട്ടാൽ. അള്ളാന്റെ കോടതിയിൽ വായ ശീലവെക്കൂ, കൈ പറയണം, കാല് പറയണം. എന്താ കൂട്ടരെ വാഗ്ദത്ത ലംഘനം എന്ന് പറഞ്ഞാൽ ഇത് മുനാഫിക്കിന്റെ സ്വഭാവമാണ് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ആലങ്ങാട് മഹല്ലിലെ SSFന്റെ പ്രവർത്തകന്മാർ 22-ാം തീയതി പുളിക്കൽ വെച്ച് നടന്നിട്ടുള്ള സംവാദ വ്യവസ്ഥയിൽ 3 വാഗ്ദത്ത ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുനാഫിക്കിന്റെ കൂട്ടത്തിലാണ് എന്ന് ഈ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഉസ്താദിമാരെങ്ങനെ തരിച്ചു കയറുക. എന്താണെന്നറിയോ? ഞങ്ങളെ പ്രവർത്തകന്മാരോട് ഏറ്റുമുട്ടാൻ ഞങ്ങളെ ഉസ്താദിമാരായിട്ടില്ല. എന്താ കൂട്ടരെ സംവാദ വ്യവസ്ഥ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞല്ലോ, പുളിക്കൽ നടന്ന സംവാദം ആരാ? പുളിക്കല് PVC ഓഡിറ്റോറിയത്തിൽ സംവാദം സംഘടിപ്പിച്ചത് ഞാനും നീയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിൽ പുളിക്കൽ വെച്ച് നടക്കുന്നത് സംവാദമാണ് എന്ന് എഴുതിയിട്ടുണ്ടോ? അവിടെ സംവാദം നടന്നിട്ടില്ല. സംവാദം എന്താണെന്ന് തിരിയാത്ത ഇത്ര നെറികെട്ട ആളുകൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് സംവാദം, പുളിക്കല സംവാദത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് സ്വീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ അപമാനത്തിലാക്കിയില്ല നിങ്ങൾ. സംവാദം എന്താണ് എനിക്ക് തിരിഞ്ഞു? എത്ര ആളുകൾ ഇന്നലെ നിങ്ങളൊക്കെ പരിപാടി കേട്ടു? പുളിക്കൽ നടന്ന സംവാദമാണ്. ഏതിരുന്നാലും എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ,
ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അവർ ആദ്യം തന്നെ കരുതിക്കൂട്ടിയത് ഈ പണ്ഡിതന്മാരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരെ കാണാതിരിക്കുമ്പോ നമ്മുടെ ഉസ്താദുമാർ ചിലപ്പോൾ ചോദിക്കും, നിങ്ങളെ പണ്ഡിതന്മാരെ നമുക്ക് സംവാദ വ്യവസ്ഥ എഴുതാൻ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുമെന്നൊരു ആസൂത്രണം അവർ നടത്തി. ഉസ്താദുമാര് വളരെ മനോഹരമായി വളരെ ശാന്തമായി ആ വിഷയത്തിൽ ഇടപെട്ടു. അവിടെയും അവർ കുടുങ്ങി. അങ്ങനെ നമ്മുടെ മധ്യസ്ഥന്മാരൊക്കെ വെച്ചുകൊണ്ട് അവിടെ സംവാദ വ്യവസ്ഥ തുടങ്ങി. ആദ്യം എഴുതേണ്ടത് വാദം നേരത്തെ എഴുതിയിട്ടുണ്ട്. മധ്യസ്ഥന്മാർ കൂടി ഒന്നുകൂടെ എഴുതി. SKSSFന്റെ വാദം മർക്കസിൽ സൂക്ഷിച്ച മുടി നബിയുടേതല്ല. SSFന്റെ പ്രതിനിധികൾ കൂടിയിരുന്ന അവരും എഴുതി, മർക്കസിൽ സൂക്ഷിച്ച മുടി നബിയുടേതാണ്. ഇനി രണ്ടാമത്തെ വിഷയം പ്രമാണമാണ്. സംവാദം നടക്കണമെങ്കിൽ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കണം. ഉസ്താദുമാര് ചോദിച്ചു, നിങ്ങൾക്ക് പറയാം നിങ്ങൾ മർക്കസിൽ സൂക്ഷിച്ച മുടി നബിയുടേതാണ് എന്ന് വാദിക്കുന്നുവെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾ എന്ത് പ്രമാണമാണ് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളല്ല, നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞു. അങ്ങനെ വന്യരായ ഉസ്താദുമാര് വളരെ പെട്ടെന്ന് വളരെ മനോഹരമായി പറഞ്ഞു, അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കപ്പെടുന്ന പ്രമാണങ്ങളാണ് ഞങ്ങൾ സംവാദത്തിൽ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത് അപ്പുറത്തുനിന്ന് ചോദിച്ചു, ഉസ്താദുമാർ വളരെ വ്യക്തമായി പറയും, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പറഞ്ഞു പറയുന്നില്ല, ആ കാര്യങ്ങളൊക്കെ വളരെ വസ്തുനിഷ്ഠമായി ഇവിടെ പ്രതിപാദിക്കാൻ പോകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിക്കുക, ഈ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രമാണത്തിൽ എവിടെയെങ്കിലും മർക്കസിലെ മുടിന്റെ കേസുണ്ടാവുമോ? പിന്നെ എങ്ങനെ അത് ധരിച്ചുകൊണ്ട് നടത്തുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോ ഉസ്താദുമാർ ഇതിന് പറഞ്ഞു, വളപുറം തലാഖിന്റെ വിഷയം ഏതെങ്കിലും കിതാബിലുണ്ടോ? കാലി വിഷയം നടന്നു, അതിന്റെ പേരിൽ സംവാദം നടന്നു, കാലിയുടെ പേരോ ആ സ്ഥലത്തിന്റെ പേരോ അങ്ങനെ പ്രമാണ സംബന്ധിച്ച ചർച്ച നടത്തി. ഉസ്താദുമാർ പറഞ്ഞു, അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കപ്പെടുന്ന പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് മർക്കസിലെ കേശം നബിയുടേതല്ല എന്ന് തെളിയിക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏതെങ്കിലും പ്രമാണത്തിലുണ്ടോ? മർക്കസിലെ മുടി AP ഉസ്താദിന്റെ പേര് പ്രമാണത്തിലുണ്ടോ, ഖുർആനിലുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കിയപ്പോ പറഞ്ഞു, വളപുറം തലാഖിന്റെ വിഷയം പറഞ്ഞു, കാലി വിഷയങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോ
ഇവര് പറഞ്ഞു കുറെ കാലമായി നിങ്ങൾ നടുനീളെ പ്രസംഗിച്ച് നടക്കുന്നു, നടുനീളെ നിങ്ങൾ പ്രസംഗിച്ച് നടക്കുന്നു, സനത് വേണോ വേണ്ടേ? സനത് വേണം. AP ഉസ്താദിന്റെ കയ്യിലുള്ള മുടിക്ക് സനദില്ലാന്ന് നിങ്ങൾ കാലങ്ങളായി പ്രസംഗിച്ച് നടക്കുന്നു. സനത് വേണോ വേണ്ടേ? അത് നിങ്ങൾ പറ. ഞങ്ങൾ സനത് കൊണ്ടുവരണോ കൊണ്ടുവരണ്ടേ? അത് നിങ്ങൾ പറ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സംവാദം നടക്കണമെങ്കിൽ അതിന് പ്രമാണം വേണം. ആ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് നടക്കണം. ആ പ്രമാണം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രമാണമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നതും ഞങ്ങൾ ഉദ്ധരിക്കുന്നതും അതാണ് എന്ന് ഞങ്ങളുടെ വന്യരായ പണ്ഡിതന്മാർ പറഞ്ഞപ്പോ ഈ മീൻ കച്ചവടക്കാരനും അതുപോലെ ചെരുപ്പ് കച്ചവടക്കാരനും തൈല കച്ചവടക്കാരനും അതുപോലെ കൊയൽപ്പണം കൊണ്ട് നടക്കുന്ന വ്യക്തിക്കും അതുപോലെ ക്രിമിനൽ കേസിൽപ്പെട്ട വ്യക്തിക്കും പ്രമാണം എന്താണെന്ന് തിരിഞ്ഞില്ല. അവർ പറയാം പ്രമാണം എന്ന് പറഞ്ഞപ്പോ അവർ പറയാം സനത് വേണോ വേണ്ടെന്ന് നിങ്ങൾ പറയും. അത് പറയൂ ഉസ്താദ്. ഞാനിതിങ്ങനെ കേട്ടപ്പോ ഞങ്ങൾ തെരിച്ചുപോയി. എന്താ സംഭവം? പ്രമാണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയാം സനത് വേണ്ടേ? സനത് വേണോ വേണ്ടേ നിങ്ങൾ പറയും. ഞങ്ങൾ എന്താ കൊണ്ടേ നിങ്ങൾ പറയും. നമ്മൾ വന്യരായ ഉസ്താദ്മാര് പറഞ്ഞു നിങ്ങൾ എന്താച്ചാ കൊണ്ടുവരും. അതൊന്നും കയ്യിലെങ്കിൽ നിങ്ങൾ സിറാജ് കൊണ്ടുവരി, മാനേർവ പത്രം കൊണ്ടുവരി, എന്നിട്ടായാലും മർക്കസ് കൂടി നബിന്റെ നിങ്ങൾ തെളിയിക്കാൻ തയ്യാറുണ്ടെന്ന് ചോദിച്ചു. ആ ക്ലിപ്പുകളൊക്കെ വിടാൻ പോവാ. ഇന്നലെ നിങ്ങൾ ഇട്ട ക്ലിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേ, അതൊക്കെ ഒന്ന് വളരെ വസ്തുനിഷ്ഠമായി ഇവിടെ പ്രതിപാദിക്കാൻ പോകും. നിങ്ങൾ ആളെ പൊട്ടിസാക്കളൊന്നും ആലങ്ങാട് മഹൽ SKSന്റെ പ്രവർത്തകന്മാരുടെ മുമ്പിൽ നടക്കും. എവിടെങ്കിലൊക്കെ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൊണ്ടുവന്ന മധ്യസ്ഥനുണ്ടല്ലോ, ആ മധ്യസ്ഥൻ അവിടെ പറഞ്ഞ് ഏതെങ്കിലും ഒരു അക്ഷരം ഇന്നലെ നിങ്ങൾ വിടാൻ തയ്യാറായോ? ഞങ്ങൾ SKSന്റെ പ്രവർത്തകന്മാർ ആ സംവാദ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഒരു മധ്യസ്ഥനെ തീരുമാനിച്ചിട്ടുണ്ട്. ആ മധ്യസ്ഥൻ ഇന്നിതായി വേദിയിലിരിക്കുന്നു. ആണത്തമുള്ള SKSകാരനാണെങ്കിൽ ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മധ്യസ്ഥനെ കൊണ്ടുവന്നില്ല? മധ്യസ്ഥന് കാര്യങ്ങൾ വളരെ വ്യക്തമായി. മധ്യസ്ഥൻ പലപ്പോഴും പറഞ്ഞു ഇവരുടെ പ്രമാണം ഇവിടെ എഴുതിയിട്ടുണ്ട്, AP വിഭാഗത്തിന്റെ ആളുകൾ കൊണ്ടുവന്ന മധ്യസ്ഥൻ അവരുടെ പ്രവർത്തകന്മാരോട് പറഞ്ഞു നിങ്ങൾ എഴുതി കൊടുക്കി. 3 തവണ ആ മധ്യസ്ഥൻ അവിടെ വന്നിട്ടുള്ള SSFന്റെ പ്രതിനിധികളോട് പറഞ്ഞു നിങ്ങൾ എഴുതി കൊടുക്കി. എന്തെങ്കിലും നിങ്ങൾ കിപ്പിടാഞ്ഞ്? നിങ്ങളെ മധ്യസ്ഥൻ പറഞ്ഞ എന്തെങ്കിലും കിപ്പിടാതെ പോയത്? എന്നിട്ട് ഇവിടെ പൊട്ടീസുണ്ടാക്കുക കഴിഞ്ഞിട്ടില്ല. പല തവണ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ആവർത്തിച്ചു പറഞ്ഞു സനത് വേണോ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട മക്കളെ, അതില് ഈ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ ഇവിടെ പ്രമാണത്തിൽ സനത് വേണോ വേണ്ടേ എന്ന് അതിന്റെ ഉള്ളിലുണ്ട്. ആ പ്രമാണം ഉദ്ധരിച്ചാൽ ആ പ്രമാണം നോക്കിയാൽ അതിന് സനത് വേണോ വേണ്ടേ എന്ന് അതിലുണ്ട്. ഇത് സംവാദത്തിലാണ് പറയേണ്ടത്, ഇതിവിടെ വ്യവസ്ഥയുടെ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴും ഇവർ പിന്നെയും ചോദിക്കാം നിങ്ങൾക്ക് സനത് വേണോ വേണ്ടേ? അത് പറയും. ഇന്നലെ ആ സനത് വേണോ വേണ്ടേ എന്ന് ചോദിച്ച ആൾക്കാരെ കൊണ്ടെന്നാണ് സ്വീകരണം. സാലിബകൊല്ലി സഖാഫി വന്നിട്ട് ഒരു ഷാളു അനീച്ചു. ഞാന് ആ സഖാഫി ഉസ്താദിനോട് ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ ഇന്നലെ ആ ഷാൾ അനീച്ച വ്യക്തി, ആ വ്യക്തിനോട് 50 രൂപയ്ക്ക് പുളിക്കൽ പോയി 1 കിലോ മാങ്ങ വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കൂ. 50 രൂപയ്ക്ക് പുളിക്കൽ പോയി കുറച്ച് മാങ്ങ വാങ്ങിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ ആ പറയപ്പെടുന്ന നിങ്ങൾ ഇന്നലെ ഷാനലിച്ച വ്യക്തി പറയും ഉസ്താദെ അണ്ടി വേണോ വേണ്ടേ? അത് പറയും. അത് പറയും. മാങ്ങ കൊണ്ടുവരാൻ പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിക്കണം, മാങ്ങ കൊണ്ടുവരാൻ പറഞ്ഞ ഈ പ്രിയപ്പെട്ട സുഹൃത്ത് പറയും അണ്ടി വേണോ വേണ്ടേ എന്ന് പറയും. എന്താ നമ്മൾ മറുപടി തരാം? ഈ സഖാഫ് എന്ന് മറുപടി തരും. അണ്ടി മാങ്ങന്റെ ഉള്ളിലുള്ള സാധനമാണ് എന്ന് എന്തോടെ നമ്മളൊരു വ്യക്തിക്ക് പറയാൻ പറ്റൂ? അത് തന്നെയാണ് ഞങ്ങൾ ഉസ്താദുമാരോട് പറഞ്ഞത്. സനത് വേണോ വേണ്ടേ എന്ന് പ്രമാണത്തിലുണ്ട് മനുഷ്യന്മാരെ എന്ന് പറഞ്ഞിട്ട് പോലും ഇവരെ തലയിൽ കയറിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇന്നലെ വന്നതാ സാലിബക്കുല്ലി സഖാഫി. ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കി. നിങ്ങൾ എത്ര വലിയ പൊട്ടത്തരത്തിൽ അങ്ങനെ ചാടി, ആരെ നിങ്ങൾ ഈ ആനയിച്ചത്? പുളിക്കലൂടെ സുഹൃത്തുക്കളെ പുളിക്കൽ സംഭവം നടന്നു. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ പുളിക്കൽ സംഭവം നടന്നത്? ആരെങ്കിലും വിളിച്ചു പോകണേന് എന്നിട്ട് ശാല ഇട്ട് കൊടുക്കുക. നിങ്ങൾ തെളിയിച്ചേരി. ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഫീഖും പരസ്പരം എഗ്രിമെന്റ് വെച്ച കോപ്പി ഇവിടെയുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്നു പുളിക്കൽ PVC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് സംവാദ വ്യവസ്ഥയാണ് എന്ന്. കഴിയുന്നത് വരെ ഇവൻ പറയാം സംവാദം പുളിക്കൽ സംവാദം. അധ്യക്ഷനടക്കം വന്ന ആളുകളടക്കം ഉസ്താദുമാരടക്കം പറയാം സംവാദം വിജയിപ്പിച്ചാണ്.
അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണ്, നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. സംവാദവും വ്യവസ്ഥയും എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിവരമില്ലാത്ത ആളുകൾ ഈ നാടിനെ പറയിപ്പിക്കുന്ന രീതിയിൽ ഇന്നലെ നിങ്ങൾ നടത്തിയ ഈ നാടിന് അപമാനമാണ്. സംവാദം എവിടെയും നടന്നിട്ടില്ല. പെരിന്തൽമണ്ണയിൽ നടന്ന സംവാദ നായകൻ, പെരിന്തൽമണ്ണയിൽ നടന്ന മണ്ണാർക്കാട് നടന്ന സംവാദ നായകൻ എന്നാണ് ആര് പരിചയപ്പെടുത്തിയത്? സാലിബകൊല്ലി സഖാഫിയെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ മണ്ണാർക്കാട് അങ്ങനെ സംവാദം നടന്നിട്ടുണ്ടോ? മണ്ണാർക്കാട് നടന്ന സംവാദ വ്യവസ്ഥയാണ്, പുളിക്കൽ വെച്ച് നടന്ന സംവാദ വ്യവസ്ഥയാണ്. എന്നിട്ട് ഇവർ വിളിച്ചു പോവാ മണ്ണാർക്കാട് സംവാദത്തിൽ അതിന് നേതൃത്വം വഹിച്ച നായകൻ, പുളിക്കൽ സംവാദത്തിൽ നേതൃത്വം കൊടുത്ത നായകന് ഷാളറിയിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, മണ്ണാർക്കാട് സംവാദം നടന്നിട്ടില്ല, പുളിക്കലും സംവാദം നടന്നിട്ടില്ല. ഇതൊക്കെ നടന്ന സംവാദ വ്യവസ്ഥയാണ്. സംവാദവും സംവാദ വ്യവസ്ഥയും പ്രമാണവും സനദും എന്താണ് എന്നൊക്കെ ഞങ്ങളെ വന്യരായ ഉസ്താദുമാര് നിങ്ങളെ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകും. പിന്നെ ഇന്നലത്തെ ഇവരുടെ പരിപാടി, ഇവിടെ തദ്ദേശ പ്രസംഗങ്ങളും മറ്റൊക്കെ നടത്തിയപ്പോ അതിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സംവാദത്തെക്കുറിച്ച്. എല്ലാവരും സംവാദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് ഈ വന്ന 4-5 ആളുകളെ കുറിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട ആലങ്ങാട് മഹല്ലിലെ ഇവിടെ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എസ്എസ്എഫുകാരോട് വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. സനത് വേണോ വേണ്ട എന്നാണ് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടത് എങ്കിൽ നിങ്ങൾ കാന്തപുരത്തെ കൊണ്ടുപോവാ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കൊണ്ടുപോവാ, പൊന്മളയെ കൊണ്ടുപോവാ, ഇന്നലെ ഇവിടെ വന്നിട്ടുള്ള നിന്റെ സഖാഫിയെ കൊണ്ടുപോവാ, സാലിബകുല്ലിയെ കൊണ്ടുപോവാ, അതല്ലെങ്കിൽ വഹാബ് സഖാഫിയെ കൊണ്ടുപോവാ. പിന്നെ അതിന്റെ പോരായി 5 ആളുകളായി, പോരായിരുന്നെങ്കിൽ 2 ആളുകളിൽ വെച്ചോ. ഈ വിനീതൻ നിങ്ങളെ പറയപ്പെട്ട ആളുകളെ കൊണ്ടുപോയി ഒന്നിരുത്തിയാൽ അതിന്റെ തൊട്ടുപുറത്ത് നിന്നുകൊണ്ട് സനത് വേണോ വേണ്ടേ എന്ന വിഷയം തീരുമാനമാക്കാൻ ഞാൻ തയ്യാറാണ്. എപിയെയും പേരോടിനെയും അതുപോലെ പെൺമളയെയും കൊണ്ടുവന്നൊരു ഭാഗത്തിരുത്ത് ഇപ്പുറത്ത് SKSFന്റെ പ്രതിനിധിയായി ഈ വിനീതൻ മാത്രം മതി. സനത് വേണോ വേണ്ട എന്ന് നിങ്ങളുടെ നേതാക്കന്മാരെ മുഖത്തിൽ നോക്കി ചോദിച്ചിട്ട് വിരളി പൊഴിച്ച് എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികാരി നിങ്ങൾക്ക് വരും. നിങ്ങൾ തയ്യാറുണ്ടോ? കാന്തപുരത്തെ കൊണ്ടുവന്നോ, പേരോടിനെ കൊണ്ടുവന്നോ, നിന്റെ സഖാഫിയെ കൊണ്ടുവന്നോ, സാലിബകുല്ലിയെ കൊണ്ടുവന്നോ, എന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാ. സനത് വേണോ വേണ്ട എന്ന് അവരോട് ചോദിച്ച് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എന്റെ സമയവും എന്റെ ഒഴിവും നിങ്ങൾ നോക്കേണ്ട. കാന്തപുരത്തിന്റെ ഒഴിവൊപ്പയാണോ, പേരോടിന്റെ ഒഴിവൊപ്പയാണോ, അവർ എവിടേക്കാണോ വിളിക്കുന്നത് അവിടേക്ക് ചെന്നുകൊണ്ട് അവരോട് സനത് വേണോ വേണ്ട എന്ന വിഷയം തീരുമാനമാക്കാൻ SKSFന്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്താ സനത് വേണോ വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉസ്താദുമാരുടെ മുമ്പിലാണ് കൊതരിയ കഴിച്ചില്ലാന്ന് തോന്നുന്നത്. ഞാൻ ഒരാൾ മതി സനത് വേണോ വേണ്ടേ എന്ന വിഷയം തീരുമാനമാക്കാൻ. നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൊണ്ടുവരി. നിങ്ങൾ ഉസ്താദുമാരൊക്കെ സനത് വേണോ വേണ്ടേ എന്ന വിഷയത്തിൽ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ മൂടി വെച്ചില്ലെങ്കിൽ ഇന്നലെ ഇവിടെ ഒന്ന് സാലിബകുല്ലി പറഞ്ഞു, ചിലപ്പോ അവരിവിടെ പറയാൻ സാധ്യതയുണ്ട്. എ പി ഉസ്താദ് പറഞ്ഞിന് സനത് വേണമെന്ന് പറഞ്ഞിന്. ആ പറഞ്ഞ എ പി ഉസ്താദ് ഏത് വർഷത്താപ്പോ? വഹാബിയാണോ? വഹാബാണ് നിങ്ങൾ അംഗീകരിക്കോ? ഇന്നലെ സാലിബകുല്ലി ഇവിടെ നിന്ന് പറഞ്ഞല്ലോ. കാന്തപുര ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട്, സനത്തിന്റെ വിഷയത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ വഹാബികളാണ് എന്നാണ് ഞങ്ങൾ ഉസ്താദുമാരെ പറ്റി നിങ്ങൾ പറയുന്നത്. അപ്പൊ പേരോട് വഹാബിയാണ് എന്ന്, പേരോടും അതുപോലെ കാന്തപുര ഉസ്താദും വഹാബിയാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം. അത് നിങ്ങൾ അംഗീകരിക്കണം. ഒരു ഭാഗത്തേക്ക് മാത്രം എന്തെങ്കിലും പറഞ്ഞ് തിരിഞ്ഞു കുത്തിയ നിങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ SKSF ഞാൻ ഓർത്തുപോവുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലങ്ങാട് മഹല്ലിൽ തന്റെ മാസപ്പടി വിശദീകരണം നടന്നപ്പോ ഒരു സഖാഫി ഒന്നിട്ട് ഇവിടുന്ന് പ്രസംഗിച്ചത്രേ 5 കൊല്ലം കൂടി SKSF ഉണ്ടാവുള്ളൂ, പിന്നെ ആ ടീം ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 25 വർഷം SKSF പൂർത്തീകരിക്കാൻ പോവുക. സംഘടന ഒലിച്ചു പോകൂല. മഹാന്മാരായ സാദാത്യങ്ങളുടെയും ആലിമുകളുടെ നേതൃത്വത്തോടുകൂടെ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയം നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വന്യരായ ഉസ്താദുമാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, അധ്യക്ഷ പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചു.
അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പലതവണ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ അതിലൊക്കെ ശക്തമായി മറുപടി കൊടുത്തു. കഴിഞ്ഞ പരിപാടിയിൽ അദ്ദേഹം ഇതിന്റെ മുമ്പത്തെ പരിപാടിയിൽ അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തുക പോലും ചെയ്തില്ല. പറയാനില്ല, പറഞ്ഞാൽ അതിന് ശക്തമായ മറുപടി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തിയിരുന്നു. ഇന്നലെ അദ്ദേഹം വീണ്ടും വായ തുറന്നു, അബദ്ധത്തിൽ ചാടി. ഞാൻ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയുങ്ങൾ, ഈ തൊട്ടടുത്ത് 2 മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വെച്ച് നടന്ന SYSന്റെ 60ാം വാർഷിക സമ്മേളനത്തിലേക്ക് SKSകാർ പോയപ്പോ, സമസ്തയുടെ പ്രവർത്തകന്മാർ പോയപ്പോ തെക്കുബീർ ചൊല്ലിപ്പോയി. അവിടെ ചെന്നുകൊണ്ട് കള്ളമുടി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ BJPക്കാർ കേട്ടപ്പോ കള്ളമോടി എന്നാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോ നാരിയത്ത് സലാത്ത് ചെല്ലേണ്ട ഗതികേട് വന്നു, BJPക്കാരന്റെ കയ്യിൽ നിന്ന് ഏറ് വാങ്ങേണ്ടി വന്നു എന്ന് അദ്ദേഹം ഇന്നലെ ഒരു പൊട്ടത്തർമ്മയോടെ പറഞ്ഞു. ഞാൻ ആ മാന്യ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ആ കേസിൽ BJPയുടെ പ്രവർത്തകന്മാർ അറസ്റ്റ് ചെയ്തിട്ടു. എന്തിന്റെ പേരിലാണ് അവിടെ കല്ലെറിഞ്ഞത്? കാസർഗോഡ് സമ്മേളനത്തിലേക്ക് SYSന്റെ പ്രവർത്തകന്മാർ പോകുമ്പോ ബസിന്റെ മുകളിൽ കെട്ടിയിട്ടുള്ള ഒരു കൊടി, അത് BJPയുടെ ഫ്ലക്സിന് മുകളിൽ തട്ടുകയും ആ ഫ്ലക്സ് തകരുകയും ചെയ്തു. ഇതിൽ ക്ഷുഭിതരായ അല്പം BJPയുടെ പ്രവർത്തകന്മാർ തിരിച്ചു വരുമ്പോൾ കല്ലെറിഞ്ഞു. അതിന് കേസ് നടക്കുന്നുണ്ട്. ആ BJPയുടെ പ്രവർത്തകന്മാർ പോലും പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡ് തകർന്നതിനുള്ള പ്രതികാരം കിട്ടിയതാണ് എന്ന്. എന്നിട്ട് ഇദ്ദേഹം എവിടുന്ന് പറയാം നമ്മൾ കള്ളമുടി എന്ന് പറഞ്ഞപ്പോ അവർ കേട്ടത് കള്ളമോടി എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആലങ്ങാട് പള്ളിക്ക് മുകളിൽ വെച്ചുകൊണ്ട് AP വിഭാഗം സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ആലങ്ങാട് പള്ളിക്ക് മുകളിൽ വെച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാവുകയും അടിയങ്ങ് പൊട്ടിയപ്പോ ജനൽവാതിലുകൾ തുറന്നുകൊണ്ട് ഓട്ടും പുറത്തു കൂടെ ചാടിയപ്പോ ഈ നാരിയത്ത് സലാത്താണോ ചൊല്ലിയത്? കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം നിന്റെ AP വിഭാഗക്കാരായിരിക്കുന്ന ആളുകൾ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു. കണ്ണൂർ കൂത്തുപറമ്പിൽ വെച്ചുകൊണ്ട് പൊരിഞ്ഞ അടിയങ്ങട്ട് കിട്ടി, വെണ്ടി അങ്ങോട്ട് നിർത്തിട്ട് അടിയങ്ങട്ട് പാർസലാക്കി. അടിയങ്ങട്ട് കിട്ടിയപ്പോ പറഞ്ഞു ഞങ്ങൾ APക്കാരാണ്, എന്നാ പിടിച്ചോ കൊണ്ടു പറഞ്ഞ് അടിയങ്ങനെ പൊരുതര കിട്ടി. നീ എന്താ ചെല്ലിഞ്ഞ് അവിടെ നാരിയത്ത് സലാത്ത് ചെല്ലാൻ മറന്നതോ കിട്ടാഞ്ഞിട്ടോ? അടി കിട്ടിയില്ല പുറത്ത്, കുട്ടിയെ ഞങ്ങൾക്ക് പുറത്ത്. നിങ്ങൾ തീറ്റി നിങ്ങൾ വോട്ട് ചെയ്ത ആളുകളിൽ നിന്ന് നിങ്ങൾ പുറത്ത് അടി കിട്ടി. ഹാജിമാർക്ക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ നിങ്ങളുടെ SFന്റെ പ്രവർത്തകന്മാർക്ക്, ഹജ്ജാജിമാർക്ക് നടുപ്പുറത്ത് അടി കിട്ടിയ നിങ്ങൾ മറന്നോ? ഇതൊക്കെ മറന്നിട്ടാണോ നിങ്ങൾ BJPക്കാരോട് ഞങ്ങൾക്ക് ഏറ് കിട്ടിയെന്ന് പറഞ്ഞ്? കഴിഞ്ഞിട്ടില്ല. BJPയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ താങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ നേതാവിയെങ്കിൽ, കാന്തപുരം അതിന് അനുകൂലം നടന്നിട്ടുണ്ട് എങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേരത്തെ താങ്ങി നടന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോട് നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി. അടിയാണെങ്കിൽ അടി കിട്ടിയിട്ടുണ്ട്. നാരിയത്ത് സലാത്ത് നല്ലോ പഠിച്ചു വെച്ചോളി. ഇതാ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ അവർക്ക് അനുകൂലം പറഞ്ഞിട്ടുണ്ട്. വരും കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അടി ദുരിതര കിട്ടാൻ പോവാണ്, യാതൊരു സംശയക്കാര്യത്തിലില്ല. നാരിയത്ത് സലാത്തൊക്കെ നല്ലോ പഠിച്ചു വെച്ചോ. SYSകാർക്ക് അടി കിട്ടി. ഈ ജാതി പൊട്ടത്തരം വിളമ്പ് എന്തൊക്കെ നടക്കുന്നുണ്ട് മക്കളെ കേരള മണ്ണിൽ. സഖാഫിൽ എവിടെന്നെങ്കിലും പ്രസംഗിക്കുന്നത് മാത്രം കേട്ടുപോരാ, കേരളത്തിൽ ഒരു വാർത്തയും എടുത്തില്ല. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഫീഖ് ഇന്നലെ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോ വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് കൂട്ടത്തിലേക്ക് വന്നോളി, SSFന്റെ മെമ്പർഷിപ്പ് എടുത്തോളി, റസൂലുള്ളാഹി തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് കാന്തപുരം പോകുമ്പോ ആ കൂട്ടത്തിൽ പോകണമെങ്കിൽ SSFിലേക്ക് വന്നോളി. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിക്കട്ടെ, നിങ്ങളെ നേതാവ് തന്നെ അല്പം മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച CD ക്ലിപ്പുകളൊക്കെ ഇവിടെ ഇട്ടല്ലോ. അദ്ദേഹം പ്രസംഗിച്ചതാ, റസൂലുള്ളാഹി തങ്ങളെ കാണാൻ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന പണിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് എങ്കിൽ ഈ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന വ്യക്തി എങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പോവുക? അപ്പൊ ടിക്കറ്റ് മുറിച്ചു കൊടുക്കൽ ആരാ സുഹൃത്തെ പറയണേ? ടിക്കറ്റ് മുറിച്ചു കൊടുക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലാണ്. രണ്ടും പാടെ ഒരാളോ? എന്നാ മറ്റേ തിരിച്ചിക്കാലി ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന പണിയല്ല ഉസ്താനല്ലേ, ഇയാളെ കൂടെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ പോണ പണിയാണ് ഇയാൾക്ക് പറഞ്ഞു. രണ്ടും പാടങ്ങൾ പറയല്ലേ?
എന്തൊക്കെയാ ഈ പൊട്ടത്തര സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞ് എല്ലാ പൊട്ടത്തരങ്ങൾക്കും അർത്ഥശങ്കയില്ലാതെ ഇവിടെ മറുപടി പറയാൻ പോവുകയാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആണത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ, തെണ്ടോടം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രമാണം എന്താണ് എന്ന് പഠിച്ചിട്ട് സംവാദത്തിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ 1000 വട്ടം മർക്കസിൽ സൂക്ഷിച്ച ശേഷം അത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്ന് തെളിയിക്കാൻ ഇനിയും ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട. നിമിഷ നേരം കൊണ്ട് മനുഷ്യൻ ചേതനയറ്റ ശരീരമായി മാറുമെന്ന് ഉത്തമ ബോധമുണ്ടെങ്കിൽ വാഗ്ദത്ത ലംഘനം പാലിക്കുക. അതുപോലെ റസൂലുള്ളാഹി തങ്ങളെ പോലുള്ള കള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക. ഞങ്ങൾ നിങ്ങളെ വിടൂല. ആദ്യം സംവാദ വ്യവസ്ഥ അതാദ്യം നിങ്ങൾ വാദമെഴുതാൻ മടിച്ചു. അങ്ങനെ മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയിൽ നിങ്ങൾ വാദമെഴുതാൻ മടിച്ചു. ഒളവട്ടൂരിൽ വന്നപ്പോ നിങ്ങൾ സംവാദത്തിന്റെ അതിന്റെ സംവാദം നടത്തുന്നതിന് വേണ്ടിയുള്ള വാദം നിങ്ങൾ എവിടെ എഴുതിപ്പിച്ചു. ഇനിയുള്ളത് പ്രമാണമാണ്. ഇൻഷാ അല്ലാഹ് പ്രമാണം എന്താണ് എന്നുള്ളത് വെറും കാലഘട്ടങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കുകയും മർക്കസിലുള്ള ശേഷത്തെ കുറിച്ച് സംവാദം നിങ്ങളോട് നടത്തിയിട്ട് SKSM വിശ്രമമുള്ളൂ. ഏതൊക്കെ രീതി നിങ്ങളെ സംവാദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുവോ ആ മാർഗങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. സംവാദം നടത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ SKSM വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. വിട്ടുപോയത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്ന ബഹുമാന്യനായ KP മുഹമ്മദ് കുട്ടി ഹാജി അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വന്യരായ MT അബൂബക്കർ ദാരി ഉസ്താദ് അവറുകളാണ്. ഈ വിഘടിത പ്രസ്ഥാനക്കാരെ മുട്ടുമടക്കിയ ആ മഹാപണ്ഡിത സൂര്യസദസ്സിന് അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് അവറുകളാണ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ നമ്മോടിവിടെ വളരെ വ്യക്തമായി പുലിക്കൽ നടന്ന സംവാദത്തെക്കുറിച്ച്, സംവാദ വ്യവസ്ഥയെക്കുറിച്ച്, ആ സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ ഭാഗത്ത് നിന്ന് മധ്യസ്ഥനായി നിന്നിട്ടുള്ള നൌഷാദ് സാഹിബ് തായക്കോട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വസ്തുനിഷ്ഠമായി പുലിക്കൽ നടന്ന സംവാദ വ്യവസ്ഥയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കും ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഔപചാരികമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുസ്തഫ അസ്രഫി കക്കുംപടി, ഇന്നലെ നിങ്ങൾ ഇട്ടിട്ടുള്ള ക്ലിപ്പുകൾ, പുലിക്കൽ വെച്ച് നടന്ന സംവാദ വ്യവസ്ഥയുടെ ക്ലിപ്പുകൾ അത് സംവാദമാക്കി മാറ്റി ഇവിടെ വെച്ച് നടത്തിയിട്ടുള്ള നിങ്ങളുടെ പരിപാടിയിൽ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇട്ടത്. മുഴുവൻ എല്ലാ ഭാഗങ്ങളും ഇവിടെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ട് ബഹുമാന്യനായ ഉസ്താദ് മുസ്തഫ അസ്രഫി ഉസ്താദ് ഏതാനും നിമിഷം ഇവിടെ തന്നെ എത്തിച്ചേരും. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കാൻ ആഗ്രഹിക്കുന്നു. വന്യരായ ഉസ്താദുകൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ പിന്നീട് നമ്മോട് സംസാരിക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനത്തിൽ പഠിക്കുകയും സഖാഫി ബിരുദമെടുക്കുകയും അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് ഒരുപാട് നേരിട്ടുള്ള അനുഭവങ്ങളൊക്കെ വളരെ വസ്തുനിഷ്ഠമായി ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന ബഹുമാന്യനായ ആസ്രഫ് സഖാഫി കൊടുവള്ളി ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷം തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഔപചാരികമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ഇന്ന് അത്യാവശ്യം ചെയ്യും. ഇത് കേട്ട് മുഴുവൻ മനസ്സിലാക്കി വീട്ടിൽ ചെന്നിട്ട് മലർന്ന് കടന്നിട്ട് ഒരു ഈമാനിന്റെ ഒരു കടകുമണിയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒന്ന് നെഞ്ചകത്ത് കൈവച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടെന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ട സുഹൃത്ത, ഹക്ക് എവിടെയാണുള്ളത്, സത്യം എവിടെയാണുള്ളത് മനസ്സിലാക്കി ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് കടന്നു. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുജാഹിദിന്റെ മയ്യത്ത് കാണാൻ പോയി. ഇവരെ ഉള്ളാൽ തങ്ങളുടെ മയ്യത്ത് കാണാൻ പോയി. മറ്റൊരു ആക്ഷേപമാണ് ഇന്നലെ ഉന്നയിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കാണാൻ പോയ ഒരു മുജാഹിദിന്റെ നേതാവും ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിപരമായി കാഫിറാണ് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വാദിച്ച, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നേതാവായ ഉള്ളാൽ തങ്ങൾ മഹാനായ ശംസുൽ ഉലമയെ, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായ മഹാസൂര്യ തേജസ്സിനെ കാഫിറ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ തങ്ങൾക്ക് ആ മുഖം കാണേണ്ട ഗതികേട് വന്നിട്ടില്ല. അള്ളാഹുവാണ് അതിന് സാക്ഷി, യാതൊരു സംശയക്കാര്യത്തിലില്ല. വ്യക്തിപരമായി കഫറ പറഞ്ഞ വ്യക്തിയുടെ മുഖം കാണാൻ പോകണം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അത് വലിയൊരു കോളായിട്ട് ഇവിടെ പ്രസംഗിച്ചു. ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ഏറ്റിട്ടുള്ള എല്ലാ ഉസ്താദും അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് സമയം ഇവിടെ ആവശ്യമുണ്ട്.
അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ അതുപോലെ എന്റെ ബഹുമാന്യനായ ഒമാൻ അബ്ദുറഹ്മാൻ മൗലവി ഈ പരിപാടിക്ക് വേണ്ടി ആത്മാർത്ഥമായി വളരെ സജീവമായി നമ്മോടൊപ്പമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി അദ്ദേഹമുള്ള സജീവമായി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാന്യ DP അഹമ്മദ് വാഗബി, ബഹുമാന്യനായ ബഷീർ മൗലവി ഓമാനൂർ, അതുപോലെ ഉമർ നാദിവി പുളിയക്കോട് തുടങ്ങിയിട്ടുള്ള വേദിയിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കൾ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള SKSSന്റെ SYSന്റെ സമസ്തയുടെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളത്തിൽ സമുന്നതന്മാരായ സാദാത്യങ്ങളുടെ നേതൃത്വത്തോടുകൂടെ ആലിമീങ്ങളുടെ കൈകൾക്ക് കരുത്തു പകരുന്ന ഊർജ്ജസ്വത്ത പ്രവർത്തകരായി അല്ലാഹു നമ്മെ മാറ്റുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ പ്രസംഗം അവസാനിക്കുകയാണ്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇടയ്ക്ക് ആ കാര്യം നിങ്ങളെ സൂചിപ്പിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.